ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയെ കണ്ടതിന്റെ സന്തോഷത്തിൽ ശ്രീകുട്ടി വിശേഷങ്ങൾ പറയുന്നു. അമൃതയെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് ശ്യാമയോട് ശ്രീകുട്ടി പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അമൃത തലകുലുക്കി. അപ്പോഴേക്കും അരികിൽ നിന്ന് മോളെ കണ്ട് ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അശ്വതി. ഉടനെ ഐശ്വര്യയും അമൃതയും അവിടെ ഷോപ്പിങ്ങിന് വന്നതോടെ അഖിലിനോട് അമൃത ചോദിച്ചു, അല്ല, ഷോപ്പിങ്ങിന് വന്നതാണോ അഖിലും ശ്യാമയും കൂടി എന്ന് ചോദിച്ചതും ഉടനെ അഖില് പറഞ്ഞു, അതെ, ഇന്ന് ശ്യാമയ്ക്ക് മ്യൂസിക് റിയാലിറ്റി ഷോ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാനായി ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് എന്ന് അഖിൽ ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു. അത് കേട്ടതും ഉടനെ അമൃത വലിയ സന്തോഷത്തിലായി. ആഹാ, കൊള്ളാമല്ലോ, കൊള്ളാം മോളെ എന്ന് പറഞ്ഞു. എന്തായാലും ഞാനേ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, ബാക്കി മോളുടെ ഡ്രസ്സെല്ലാം വീട്ടിലായി പോയില്ലേ, അതുകൊണ്ട് മോൾക്ക് മാറിയിടാൻ വേറെ ഡ്രസ്സില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടെന്ന് അശ്വതി വല്ലാതെ വേദനിച്ചു. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, പിന്നെ ഇവൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സന്തോഷം കൊണ്ടൊന്നുമല്ല ഞാൻ വന്നത്, ഞാൻ കൂടെ വന്നതേ വേറൊരു കാരണം കൊണ്ടാ. ഞാൻ ഇവിടേക്ക് വന്നില്ല എങ്കിൽ ഈ തക്കം പാർത്ത് അരുണ് ഈ കുട്ടിയെ കാണാനായി ഇവിടേക്ക് എത്തും, അതുകൊണ്ട് തന്നെ ഇവളെ കാണാനായി അരുൺ വരുന്നത് മുടക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ വന്നത് എന്ന് ഐശ്വര്യ അറിയിച്ചു. ഇതെല്ലാം കേട്ടു നിന്ന അഖിലും ആകെ വിഷമത്തിലായി. ഉടനെ അമൃത ശ്യാമയോട് പറഞ്ഞു, എന്നാ ഞാൻ ശ്രീകുട്ടിക്ക് ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അമൃത മോളെ അവിടെ നിർത്തിയിട്ട് വേഗം ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി അവർ അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് അശ്വതി ആകെ വിഷമത്തോടെ അഖിലിനെയും ശ്യാമയെയും നോക്കി. അപ്പോഴേക്കും ഐശ്വര്യ ആലോചിച്ചു, ഇവൾ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് പോവുകയാണോ, ഇവിടെ ഒരു കാരണവശാലും പോകാൻ അനുവദിക്കരുത് എന്ന് ആലോചിച്ചു. അപ്പോഴേക്കും അവിടെ നിന്ന് ഐശ്വര്യ അങ്ങനെ ആലോചിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഈ സമയത്ത് ശ്യാമ അഖിലും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ അശ്വതി അരികിലേക്ക് എത്തി ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, അവളോട് പറയണം ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമൃത എടുത്തി ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തി. അശ്വതി മോളെ തന്നെ നോക്കി സങ്കടത്തോടെ നിൽക്കുമ്പോൾ അമൃത അരികിലേക്ക് വന്നു. മോളെ ശ്രീകുട്ടി വന്നേ, മോൾക്ക് പാകമാകുമോ നോക്കട്ടെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ആകെ സങ്കടത്തിലാകുന്നു അശ്വതി. ഉടനെ തന്നെ ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ, എനിക്ക് എൻ്റെ മോളോടൊന്ന് സംസാരിക്കണം, അവളോടൊന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അശ്വതി ചേച്ചി നിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം, ഐശ്വര്യടുത്ത് കാണാൻ പാടില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അഖിലും മനസ്സിൽ ചിന്തിച്ചു, അശ്വതി ചേച്ചിയെ ഒരു കാരണവശാലും ഐശ്വര്യടുത്ത് കാണാൻ പാടില്ല, ഐശ്വര്യടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിൽക്കുമ്പോൾ വേഗം തന്നെ ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്ത് വസുന്ധരയുടെ ഫോണിലേക്ക് വിളിക്കണം. വസുന്ധര കോൾ അറ്റൻഡ് ചെയ്തു. ഐശ്വര്യ പറഞ്ഞു, അമ്മേ, ഞാൻ ദാ ഇവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് വിളിക്കുന്നത്, ഇവിടെ അഖിലും ശ്യാമയും എത്തിയിട്ടുണ്ട്, അവരൊക്കെ ആ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് പോകാനായി പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനായിട്ടാണ് അഖിൽ ശ്യാമയുമായി വന്നിരിക്കുന്നത്. അത് കേട്ട ഉടനെ വസുന്ധര ചോദിച്ചു, അപ്പോൾ നിന്റെ പ്ലാനൊന്നും ഫലിച്ചില്ലേ എന്ന് ചോദിച്ചതും വസുന്ധരയോട് ഉടനെ ശ്യാമയുടെ കാര്യത്തിൽ തനിക്ക് ആ ഒരു പദ്ധതി ശരിക്കും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഐശ്വര്യ അറിയിച്ചു. എന്തായാലും ഞാൻ വേറൊരു പ്ലാൻ തീർച്ചയായിട്ടും നടപ്പിലാക്കുമേ. അമ്മ അതിനുള്ള പെർമിഷൻ എനിക്ക് തരണം, എന്തെങ്കിലും ഒരു പോംവഴി ഉടനെ കാണണം, എൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചിട്ടുണ്ട്, അമ്മ അതിനുള്ള പെർമിഷൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചതും ഉടനെ വസുന്ധര പറഞ്ഞു, എന്താ നീ ചെയ്യാൻ പോകുന്നത്, അതൊക്കെയുണ്ട്, അമ്മ എനിക്കുള്ള പെർമിഷൻ തരാവോ, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചതും വസുന്ധര പറഞ്ഞു, ശരി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, അവള് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല. അത് കേട്ടതോടെ ഐശ്വര്യ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലുറപ്പിച്ചു. ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് തനിക്ക് അറിയാവുന്ന ഒരു കൊട്ടേഷൻകാരനെ വിളിക്കണം. അങ്ങനെ അയാളെ വിളിച്ച് എത്രയും വേഗം മാർഗ് ജംഗ്ഷനിലേക്ക് വരണമെന്ന് ഐശ്വര്യ മെസ്സേജ് ചെയ്യുന്നു. ഉടനെ തന്നെ ഞാൻ ഈ ലൊക്കേഷൻ നിനക്ക് സെൻഡ് ചെയ്യാമെന്നും പറയുന്നു. അപ്പോഴേക്കും അശ്വതി കുഞ്ഞിനെ കാണാനായി ആഗ്രഹിച്ചങ്ങ് നിൽക്കുമ്പോൾ കുഞ്ഞിനെ അരികിലേക്ക് കൊണ്ടുവന്ന് ശ്യാമ വേഗം അശ്വതിയെ കാണിച്ചു കൊടുക്കാനായി തയ്യാറാകുന്നു. മോളെ ശ്രീകുട്ടി ഇതാ അങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞതും കൃത്യസമയത്ത് അമൃതയെടുത്തി അവിടുന്ന് ഡ്രസ്സെല്ലാം വാങ്ങിച്ച് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ അവിടേക്ക് കയറി വന്നു. എന്താ ശ്യാമേച്ചി എന്ന് ചോദിച്ചതും ഒന്നുമില്ല, മോളുടെ ഡ്രസ്സൊക്കെ നല്ല രസമാണല്ലോ എന്ന് പറയുകയായിരുന്നു എന്ന് ഐശ്വര്യയുടെ കേൾക്കെ ശ്യാമ മറ്റൊരു രീതിയിൽ അക്കാര്യം അവതരിപ്പിച്ചു. ഉടനെ തന്നെ ഐശ്വര്യ അകത്തേക്ക് കയറി വന്നതും അമൃതയും വേഗം ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കഴിയുമ്പോൾ ഐശ്വര്യ അമൃതയെ നോക്കി. അമൃത ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നതും ശ്രീകുട്ടി ശ്യാമയോട് പറഞ്ഞു, ശ്യാമേച്ചി, എൻ്റെ അമ്മയെ ഒന്ന് അന്വേഷിക്കണേ, എത്രയും വേഗം അമ്മയെ കണ്ടുപിടിക്കണേ, അമ്മയെ കാണുകയാണെങ്കിൽ ശ്രീകുട്ടിക്ക് അമ്മയെ കാണാത്തതിൽ ഭയങ്കര സങ്കടമാണെന്ന് പറയണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ മോള് നിൽക്കുമ്പോൾ അതെല്ലാം കേട്ടു നിൽക്കുന്ന അശ്വതിക്ക് ആകെ നിരാശയാകുന്നു. ഉടനെ തന്നെ അശ്വതി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് അങ്ങനെ നിന്നു. അപ്പോഴേക്കും ശ്യാമ
ഇതെല്ലാം കണ്ടുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന മോളുടെ അവസ്ഥ മനസ്സിലാക്കിയ അശ്വതി ചേച്ചിയുടെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയണം. ആകെ സങ്കടത്തോടെ അശ്വതി ശ്യാമയെയും കുഞ്ഞിനെയും നോക്കുന്നു. അഖിൽ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നോർത്ത് അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ അമൃത ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നേരെ ആ കവറുമായി ശ്രീകുട്ടിക്ക് അരികിലേക്ക് എത്തി. ശ്രീകുട്ടി വാ നമുക്ക് പോകാമെന്ന് അമൃത എടുത്തി വിളിച്ചു. ഉടനെ തന്നെ ശ്യാമയെ നോക്കി ശ്രീകുട്ടി പറഞ്ഞു, ശ്യാമേച്ചി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചതും ശ്രീകുട്ടിയോട് ശ്യാമ പറഞ്ഞു, ആ ശരി മോള് ചെല്ലു കേട്ടോ, ശ്യാമേച്ചിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, എനിക്കറിയാം മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനല്ലേ, ഓൾ ദി ബെസ്റ്റ് ശ്യാമേച്ചി, വിജയ് ഫസ്റ്റ് അടിക്കണേ എന്ന് പറഞ്ഞതും ശരി മോളെ എന്ന് ശ്രീകുട്ടിയുടെ ആ ഒരു വാക്ക് ശ്യാമ സമ്മതിക്കുന്നു. അത് കേട്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു, നീ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടല്ലേ നീ ഫസ്റ്റ് അടിക്കാൻ പോകുന്നത്, നീ പങ്കെടുക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് ഐശ്വര്യ മനസ്സിലങ്ങനെ പറയുമ്പോൾ ശ്രീകുട്ടി പിന്തിരിഞ്ഞ് വീണ്ടും ശ്യാമയ്ക്ക് ടാറ്റ കൊടുത്ത് യാത്ര പറഞ്ഞു പോകുന്നു. ആ കാഴ്ച കണ്ട് സങ്കടത്തോടെ അശ്വതി നോക്കി നിന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി പോയി കഴിയുമ്പോൾ അശ്വതി ആകെ ടെൻഷനിലായി. ശ്യാമ പറഞ്ഞു, അശ്വതി ചേച്ചി സങ്കടപ്പെടാതെ, മോളെ കണ്ടല്ലോ, നമുക്ക് മോളെ കാണാനുള്ള വഴി ഉണ്ടാക്കാം, എന്തായാലും ഞങ്ങള് പൊയ്ക്കോട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. ഉടനെ അഖിൽ പറഞ്ഞു, ശ്യാമയെ നമുക്കിപ്പോ ഇറങ്ങാം, ഇപ്പൊ തന്നെ വൈകി എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമയോട് അശ്വതി പറഞ്ഞു, എനിക്കറിയാം റിയാലിറ്റി ഷോയുടെ കാര്യമല്ലേ, ശ്യാമ പൊയ്ക്കോ. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അശ്വതി ചേച്ചി ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കണേ എന്ന് പറഞ്ഞതും അശ്വതി പറഞ്ഞു, ഇല്ല ഞാൻ വിളിക്കില്ല, ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ആ ജയേഷ് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ടാവും, ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് തീർച്ചയായിട്ടും അയാൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാകും എന്ന് അശ്വതി ശ്യാമയോട് അറിയിച്ചു. ഉടനെ ശ്യാമയോട് പറഞ്ഞു, ശരി ശ്യാമ പൊയ്ക്കോ, ഇനി സമയം വൈകിക്കേണ്ട എന്ന് പറഞ്ഞതും അഖിൽ ശ്യാമയും വിളിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്കും തന്റെ മകളെ നേരിൽ കാണാനിട്ട് മകളോട് താനാണെന്ന് പറയാത്തതിന്റെ സങ്കടത്തിൽ അങ്ങനെ അശ്വതി നിന്നു. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയ ഐശ്വര്യ അമൃതയോട് പറഞ്ഞു, എടുത്തി ഒരു ഓട്ടോ പിടിച്ച് ഈ കുട്ടിയുമായി പൊക്കോളാവോ എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ അമൃത ചോദിച്ചു, അതെന്തിനാ ഓട്ടോ വിളിക്കുന്നത്, ഐശ്വര്യ വണ്ടിക്കല്ലേ വന്നത്, കാറുണ്ടല്ലോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം, അതുകൊണ്ടാണ് എടുത്തി ഒരു ഓട്ടോ വിളിച്ച് പോകാവോ. അപ്പോഴേക്കും അമൃത ചോദിച്ചു, ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഐശ്വര്യക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, അല്ല എടുത്തി അത്യാവശ്യമാണ്, അതുകൊണ്ടാ എടുത്തി ഒരു ഓട്ടോ വിളിച്ച് പോകാവോ എന്ന് ചോദിച്ചതും ശരി ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അമൃത മോളുമായി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഐശ്വര്യ അപ്പോഴേക്കും താൻ പറഞ്ഞ ആള് വരാനായി അവിടെ വെയിറ്റ് ചെയ്തു. അയാൾ വന്ന ഉടനെ തന്നെ ഐശ്വര്യയെ ഫോൺ ചെയ്തു. നീ എവിടെയാ എന്ന് ചോദിച്ചതും ഞാൻ എന്താ മേഡം പറഞ്ഞ ലൊക്കേഷൻ തന്നെ എത്തിയിട്ടുണ്ട്, എന്താ മേഡം പറഞ്ഞോ എന്ന് ചോദിച്ചതും ഉടനെ നേരെ നോക്കി ഐശ്വര്യ അവിടെ നിൽക്കുന്ന ആളെ കണ്ടു. ഇപ്പത്താ ശ്യാമയും അഖിലും പുറത്തേക്ക് ഇറങ്ങും, ഞാൻ പറഞ്ഞൊക്കെ നിനക്കറിയാമല്ലോ, അവളുടെ വീഴ്ചയിൽ അവൾ പിന്നെ അനങ്ങാത്ത രീതിയിൽ ഇരിക്കണം, മനസ്സിലായോ, അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയരുത് എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റു മേഡം എന്ന് പറഞ്ഞു. ഉടനെ അഖിലും ശ്യാമയും അവിടുന്ന് ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഉടനെ അതിലെ ഒരു ഓട്ടോ വരുന്നത് കണ്ട് ഉടനെ അഖിൽ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ആ ഓട്ടോ തിരിച്ചു വരുന്നത് നോക്കി അഖിലും ശ്യാമയും അവിടെ നിന്നതും വേഗം ക്രോസ് ചെയ്ത് ഓട്ടോയ്ക്കരികിലേക്ക് പോകാൻ കരുതി അഖിൽ ആദ്യം മുന്നേ പോന്നു. ശ്യാമ പിന്നാലെ അവിടേക്ക് നടന്നു വരുമ്പോൾ ആ ബൈക്കുകാരൻ ചീറിപ്പാഞ്ഞ് ശ്യാമയുടെ നേരെ വരുന്നു. ശ്യാമ തന്നെ ഇടിക്കുമെന്നറിഞ്ഞതോടെ വേഗം പേടിച്ച് നേരെ ആ റോഡിലേക്ക് വീഴുന്നു. അയാൾ ബൈക്കുമായി കടന്നു കളഞ്ഞു. ഉടനെ അഖിൽ ശ്യാമ വീഴുന്നത് കണ്ട് വേഗം ഓട്ടോയുടെ അരികിലേക്ക് എത്തി ശ്യാമ ഓടി അഖിൽ ശ്യാമയുടെ അരികിലേക്ക് എത്തി. ശ്യാമയെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടെത്തിയതും ശ്യാമയുടെ കാലിനും കൈക്കും വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. അഖിൽ സാർ എന്ന് പറഞ്ഞതും ഉടനെ ബൈക്കുകാരൻ അവിടുന്ന് പറന്നുപോയി. ഈ സമയത്ത് അഖിൽ വേഗം ശ്യാമയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ ആ ഓട്ടോയിലേക്ക് കയറുന്നു. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സമയത്ത് റിയാലിറ്റി ഷോയുടെ ഓഡിഷനിൽ അവിടെ GK സാറും ഒന്ന് രണ്ട് മറ്റ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആളുകൾ ജഡ്ജസ് അവിടെ ഇരുന്ന് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ നിലവാരം ടെസ്റ്റ് ചെയ്യുന്നു. അവർ അതിനനുസരിച്ച് നന്നായി പാടുന്ന കുട്ടികളെയെല്ലാം ഉടനെ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ശ്യാമ അവസാന കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റർ വന്ന് പറഞ്ഞു, സർ അവസാനത്തെ കണ്ടസ്റ്റന്റ് ശ്യാമയാണ്, ആ പെൺകുട്ടി ഇതുവരെയായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ക്യാൻസൽ ചെയ്തോളൂ എന്ന് അറിയിച്ചു. ഉടനെ GK സാറ് ആകെ വിഷമത്തോടെ പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും ഇപ്പൊ തന്നെ നമുക്ക് വേണ്ട കുട്ടികളായിട്ടുണ്ടല്ലോ, അപ്പൊ ആ കുട്ടിയെ നമുക്ക് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞതും ഉടനെ GK സാർ പറഞ്ഞു, സാർ ഒരു നിമിഷം, ആ കുട്ടി ഇപ്പൊ എത്തും, ശ്യാമ ഉടനെ തന്നെ എത്തും, ഒരു ആക്സിഡന്റ് ആണെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഉടനെ എത്തും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ശരി സാർ ഇത്രയൊന്നും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് GK സാറിന്റെ ഒരു പ്രത്യേക പരിഗണന ആയതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു.
അങ്ങനെ ആ കോർഡിനേറ്ററും ജഡ്ജസും GK സാറ് പറഞ്ഞതനുസരിച്ച് അല്പനേരം കൂടി വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ശ്യാമയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ശ്യാമയുടെ കാലിലും കയ്യിലും എല്ലാം പ്ലാസ്റ്റർ ഇടുന്നു. എല്ലാം മുറിവ് കെട്ടിയതിനു ശേഷം അഖില സിസ്റ്ററോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോഴേക്കും തീർന്നു, ഇനി നിങ്ങൾ മെഡിസിൻ വാങ്ങിച്ച് പോയിക്കോളൂ എന്ന് പറയുന്നു. ഉടനെ ശ്യാമയും അഖിലും പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമയ്ക്ക് നടക്കാൻ കൂടി വയ്യാതെ കാലിന് വല്ലാത്ത വേദനയാ സാറേ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ശ്യാമയോട് അഖിൽ പറഞ്ഞു, സാരമില്ല, താൻ കുറച്ചുകൂടി ഒന്ന് നോക്ക്, നമുക്ക് പോകാൻ കഴിയൂടോ. തന്നെ അങ്ങനെ വീഴ്ത്താനോ തന്നെ ഇല്ലാതെ നമ്മളെ തകർക്കാനോ പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അതിനൊന്നും സാധിക്കില്ല. നമ്മളെ അങ്ങനെ നമ്മളെ അങ്ങനെ തോൽപ്പിച്ചു കളയാൻ അവർക്കൊരിക്കലും കഴിയില്ല. താൻ അതോർത്ത് വിഷമിക്കാതെ എന്നെല്ലാം ശ്യാമയോട് അഖിൽ പറയുന്നു. അഖിൽ പറഞ്ഞതെല്ലാം കേട്ട് ശ്യാമ പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഇല്ല സാർ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാം. എനിക്കിതുപോലെയുള്ള ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ എനിക്ക് യോഗമില്ല സാർ എന്ന് പറഞ്ഞ് ശ്യാമ നിരാശപ്പെട്ടു. ഉടനെ അഖിൽ പറഞ്ഞു, എടോ, ഇതെല്ലാം നമുക്ക് നേരെയുള്ള പരീക്ഷണങ്ങളാണ്. വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിന് മുന്നുള്ള പരീക്ഷണങ്ങളാണെന്ന് മാത്രം താൻ കരുതിയാൽ മതി. മറ്റൊന്നും താൻ ആലോചിച്ച് സങ്കടപ്പെടണ്ട. താൻ വാ, തന്റെ കൂടെ ഈ ഞാനുണ്ട്. ധൈര്യം സംഭരിച്ച് വേദനയൊന്നും താൻ മനസ്സിൽ എടുക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ വേദനയെല്ലാം കടിച്ചമർത്തി വാ, പതുക്കെ നടക്ക് എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തുന്നു. ഈ സമയത്ത് അവിടെ റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലത്ത് ഓഡിഷനെത്തിയ ആളുകൾ എല്ലാവരും കാത്തിരുന്ന് മുഷിച്ചു. അപ്പോഴേക്കും അതിന്റെ കോർഡിനേറ്റേഴ്സ് വന്ന് പറഞ്ഞു, GK സാർ, സാറിന്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ പ്രത്യേക പരിഗണന നൽകി ഇത്രയും നേരം കാത്തിരുന്നത്. ഇനിയും കാത്തിരിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റിന് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നത് ശരിയല്ല സാർ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മറ്റു ജഡ്ജസും പറഞ്ഞു, അതെ, ഇനി കാത്തിരിക്കണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആ ജഡ്ജസും എഴുന്നേറ്റു. GK സാർ അപ്പോഴേക്കും ആലോചിച്ചു, പാവം ശ്യാമയ്ക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴിയായിരുന്നു ഇത്. എന്തായാലും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഉപകാരം ആർക്കും ഇനി ചെയ്യുന്നില്ല എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് GK സാർ ഇരിക്കുമ്പോഴാണ് അഖിലും ശ്യാമയും കൂടി അവിടേക്ക് എത്തുന്നത്. അഖിൽ ശ്യാമയെ താങ്ങി പിടിച്ചുകൊണ്ട് അവിടേക്ക് വന്നതും വേഗം GK സാർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതെ, എന്താ ശ്യാമ എത്തിയല്ലോ. അപ്പോഴേക്കും ശ്യാമ വരുന്നത് കണ്ട് ആ ജഡ്ജസുമാരും മറ്റുള്ള അതിന്റെ കോർഡിനേറ്റേഴ്സും തൽക്കാലം GK സാറിന്റെ ആ ആവശ്യം പരിഗണിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ശ്യാമയും അഖിലും കൂടി ഒരു വിധത്തിൽ അവർക്കരികിലേക്ക് എത്തുന്നു. ഉടനെ അവിടേക്ക് വന്ന ആ നിമിഷം അഖിൽ പറഞ്ഞു, സോറി, ഞങ്ങൾ വൈകിയെന്നറിയാം, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതാണ്, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അതാണ് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞു, ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ വൈകി, വേഗം ഓഡിഷൻ നടത്താം എന്ന് പറഞ്ഞു. ഉടനെ ശരിയെന്ന് ശ്യാമയും അഖിലും തലകുലുക്കി. ജഡ്ജസും അവിടെ തന്നെ അവരുടെ സീറ്റിലിരുന്നു. ഉടനെ തന്നെ ശ്യാമയോട് ഓഡീഷന് കയറിക്കൊള്ളാനായി അറിയിച്ചു. ശ്യാമ പാടുവാനായി കയറാൻ തുടങ്ങുമ്പോൾ അഖിൽ ശ്യാമയ്ക്ക് ഓൾ ദി ബെസ്റ്റ് നൽകുന്നു.